ഒരു ജോലിയാണോ നിങ്ങൾ അന്വേഷിക്കുന്നത്? പല കോഴ്സ് പഠിച്ചിട്ടും ഇന്റർവ്യൂ കോൾ വരുന്നില്ല അല്ലേ? അതിന്റെ റീസൺ എന്താ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പല ജോബിന് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നു, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടും അവർ നിങ്ങളെ റിജക്ട് ചെയ്യുന്നു. ഇതിലൊക്കെ റീസൺ എന്താണ്? നിങ്ങൾ ഏത് കോഴ്സ് ചൂസ് ചെയ്യുന്ന സമയത്തും സോഫ്റ്റ് സ്കിൽസിന് ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. കാരണം സോഫ്റ്റ് സ്കിൽസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇന്റർവ്യൂ ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതുപോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടന്റ് ആണ് ഇന്റേൺഷിപ്പ്. നിങ്ങളൊരു CV ഒരു കമ്പനിയിൽ അയച്ചു കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ സർട്ടിഫിക്കേഷന്റെ കൂടെ തന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസ് കൂടെ ഹൈലൈറ്റ് ചെയ്യണം. ഒരു കമ്പനിയുടെ HR നിങ്ങളുടെ CV കാണുന്ന സമയത്ത് ഈ കുട്ടിക്ക് ജോലി അറിയാം, ഈ കുട്ടി എനിക്ക് ഈസി ആയിട്ട് ട്രെയിൻ ചെയ്ത് കൊണ്ടുവരാന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇന്റർവ്യൂ കോൾ കിട്ടേണ്ട ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇന്റേൺസ് ഗ്ലോബിൽ നമുക്കൊരു CV കിട്ടുന്ന സമയത്ത് നമ്മുടെ ആദ്യം ആ CV നല്ല രീതിയിൽ ഗോ ത്രൂ ചെയ്യും. ആ കുട്ടി ഒരു ഡിഗ്രി കഴിഞ്ഞ കുട്ടിയാണെങ്കിൽ നമ്മൾ അവിടെ സജസ്റ്റ് ചെയ്യുന്നത് ഒരു സർട്ടിഫിക്കേഷൻ ചെയ്യാനാണ്, ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാനാണ്. അതിന്റെ കൂടെ തന്നെ സോഫ്റ്റ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനും നമ്മൾ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യും. ഇനിയിപ്പോൾ ഒരു സർട്ടിഫിക്കേഷൻ കഴിഞ്ഞ കുട്ടിയുടെ ഒരു CV ആണ് കിട്ടുന്നത്. പല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും സർട്ടിഫിക്കേഷൻ കഴിഞ്ഞ പല കുട്ടികൾ ഇപ്പോൾ മാർക്കറ്റിലുണ്ട് ജോലി ഇല്ലാതെ നടക്കുന്നത്. അപ്പൊ അതുപോലത്തെ ഒരു കുട്ടിയാണെങ്കിൽ നമ്മുടെ ഇന്റേൺഷിപ്പ് സപ്പോർട്ട് കൊടുക്കും. ഇന്റേൺഷിപ്പിലൂടെ ഏത് ഇൻഡസ്ട്രിയിലാണ് ആ കുട്ടിക്ക് കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹം, അതിന്റെ ബേസ്ഡ് ആയിട്ടുള്ള നല്ല കമ്പനീസിൽ ഇന്റേൺഷിപ്പിന്റെ സപ്പോർട്ട് കൊടുക്കും, ഓൺലൈനായും ഓഫ്ലൈനായും. ഇനിയിപ്പോൾ സർട്ടിഫിക്കേഷൻ കഴിഞ്ഞു ഇന്റേൺഷിപ്പും കൂടെ കഴിഞ്ഞ കുട്ടികളാണ്, ജോബ് നോക്കുന്ന കുട്ടികളാണെങ്കിൽ ഡയറക്റ്റ്ലി പ്ലേസ്മെന്റ് സപ്പോർട്ട് കൊടുക്കും. ഒരു കുട്ടിക്ക് എന്താണോ ആവശ്യം അതിന്റെ ബേസിസിലുള്ള റൈറ്റ് സർവീസ് ആണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള കരിയർ ഗൈഡൻസ് കിട്ടണമെങ്കിൽ DMB.